ഓം ഓം ഓം. നമസ്കാരം. അഥ ചതുർത്ഥോധ്യായഃ. 4-ാം അധ്യായം. പ്രദീപൻ തൻ്റെ പുത്രനായ ശന്തനു മഹാരാജാവിനെ രാജ്യമേൽപ്പിച്ചിട്ട് തപസ് ചെയ്ത് ദേഹം ഉപേക്ഷിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരിക്കൽ കാട്ടിൽ വെച്ച് സുന്ദരിയായ ഒരു യുവതി നിൻ്റെ അടുത്ത് വന്നാൽ അവളെ ഒന്നും ചിന്തിക്കാതെ സ്വീകരിച്ച് ഭാര്യയാക്കിക്കൊള്ളണമെന്ന്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വേട്ടയാടാൻ കാട്ടിൽ പോയപ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ, ലക്ഷ്മിയെപ്പോലുള്ള ഒരു സുന്ദരി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞ സുന്ദരിയാണ് ഇതെന്ന് രാജാവിന് ശന്തനുവിന് മനസ്സിലായി. അവർക്ക് അന്യോന്യം പ്രേമമുണ്ടായി. പുഞ്ചിരിച്ചുകൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ അവൾ നിന്നു. രാജാവ് അധികം സന്തോഷത്തോടെ മൃദുവാക്കുകളാൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശ്ലോകം 7. ദേവീ വാത്വം ച വാമോരു മാനുഷീ വാ വരാനനെ ഗന്ധർവീ വാധ യക്ഷീ വാ നാഗകന്യാപ്സരാപിവ. സുന്ദരി, ഭവതി ഒരു ദേവസ്ത്രീയാണോ അതോ മനുഷ്യസ്ത്രീയാണോ അതോ യക്ഷിയാണോ നാഗകന്യകയോ അപ്സരസോ ആണോ? ശ്ലോകം 8. യാസി കാസിവരാരോഹേ ഭാര്യാമേ ഭവസുന്ദരി പ്രേമയുക്തസ്മിതൈവത്വം ധർമ്മപത്നി ഭവാദ്യമേ. ആരുമാകട്ടെ, ഭവതി എൻ്റെ ഭാര്യയാകുക. പ്രേമപൂർവം പുഞ്ചിരി തൂകുന്ന ഭവതി ഇപ്പോൾ തന്നെ എൻ്റെ ധർമ്മപത്നിയാകുക. സൂത ഉവാച. ശ്ലോകം 9. രാജാത്വം നാഭിജാനാതി ഗംഗേയം ഇത് നിശ്ചിതം മഹാഭിഷം സമുത്പന്നം ധ്രുവം ജാനാതി ജാഹ്നവീ. അത് ഗംഗാദേവിയാണെന്ന് ശന്തനുവിന് തീരെ മനസ്സിലായില്ല. എന്നാൽ പ്രദീപപുത്രനായി പിറന്ന മഹാഭിഷനാണ് അതെന്ന് ഗംഗയ്ക്ക് മനസ്സിലാകുകയും ചെയ്തു. ശ്ലോകം 10. പൂർവപ്രേമസമായോഗ ശ്രുത്വാ വാചം നൃപസ്യതാം ഉവാച നാരീ രാജാനാം സ്മൃതപൂർവം ഇദം വച. നേരത്തെ പ്രേമബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് രാജാവ് പറഞ്ഞത് കേട്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു. സ്ത്രീ ഉവാച. ശ്ലോകം 11. ജാനാമിത്വം നൃപസ്രഷ്ട പ്രദീപതനയം ശുഭം കാന വാഞ്ചതി ചാർവാംഗി ഭാവിത്വാൽ സദൃശം പതിം. രാജശ്രേഷ്ഠ, പ്രദീപ രാജാവിൻ്റെ പുത്രനാണ് അങ്ങെന്ന് എനിക്ക് മനസ്സിലായി. മനോജ്ഞാംഗിയായ ഏതൊരുവളാണ് സദൃശനായ ഒരു ഭർത്താവ് തനിക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തത്? ശ്ലോകം 12. വാഗ്ബന്ധേന നൃപശ്രേഷ്ഠ കരിഷ്യാമി പതിം കില ശൃണുമേ സമയം രാജൻ വൃണോമി ത്വാം നൃപോത്തമ. രാജാവേ, ഒരു പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിലേ ഞാൻ ഭർത്താവിനെ സ്വീകരിക്കൂ. എൻ്റെ ആ പ്രതിജ്ഞ കേട്ടോളൂ, എന്നിട്ട് ഞാൻ അങ്ങയെ വരിക്കാം. ശ്ലോകം 13. യച്ഛ കുര്യാമഹം കാര്യം ശുഭം വാ യദി വാ ശുഭം ന നിഷേധ്യാത്വയാ രാജൻ അവക്തവ്യം തഥാ പ്രിയം. ശുഭമായാലും അശുഭമായാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും രാജാവെ അങ്ങ് നിഷേധിക്കരുത്. അപ്രിയമായി ഒന്നും പറയുകയും അരുത്. 13 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.